സംസ്ഥാനത്തെ സപ്ലൈകോയിൽ ഈസ്റ്റർ വിഷു ചന്തകൾ തുടങ്ങാനിരിക്കെ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ല. 13 സബ്സിഡി സാധനങ്ങളിൽ 2-3 ഇനങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. സപ്ലൈകോ ആസ്ഥാനത്തെ ഔട്ട്ലെറ്റും കാലിയാണ്. കോഴിക്കോട്ടെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ സബ്സിഡിയുള്ള അരി, പഞ്ചസാര, മുളക്, മല്ലി, വൻപയർ എന്നിവ തീർന്നു. റോഷിപാൽ വിശദാംശങ്ങളുമായി, ഒപ്പം തന്നെ സാനിയോ മനോമിയും പ്രവീൺ പുരുഷോത്തമനും ചേരും. ആദ്യം റോഷിപാൽ, സപ്ലൈകോയിൽ ചില ക്രമീകരണങ്ങൾ, വിലവർദ്ധനവ് ഇവയൊക്കെ നടത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് 13 ഇനങ്ങൾക്ക് സബ്സിഡി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴെങ്ങനെയാണ് നില? നികേഷ്, സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 13 ഇന സബ്സിഡി സാധനങ്ങൾ, അതിൽ പലതുമില്ല എന്നതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ സാഹചര്യമാണ് കേരളത്തിലെമ്പാടും. ഞാൻ എറണാകുളത്ത് ഗാന്ധിനഗറിലെ സപ്ലൈകോ ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ വിലവിവര പട്ടികയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധനങ്ങളുടെ വില കാണാം. പഞ്ചസാരയുണ്ട്, ചെറുപയർ, കടല, പീസ് പരിപ്പ്, തൂരപ്പരിപ്പ് തുടങ്ങിയ അത്യാവശ്യം നിത്യോപയോഗ സാധനങ്ങൾ, അതിന്റെ സബ്സിഡി വിലയും കൂടിയ വിലയും കാണാം. പക്ഷേ ഇവിടെ ഇന്ന് പരിശോധിക്കുമ്പോൾ ചെറുപയർ മാത്രമാണ് സബ്സിഡി വിലയിൽ ലഭ്യമാകുന്നത്. പഞ്ചസാര ഇവിടെ സ്റ്റോക്കേ ഇല്ല. കടലയുണ്ട്, പക്ഷേ അത് സബ്സിഡി ഇല്ലാതെ കൂടിയ വിലക്ക് വിൽപ്പന നടന്ന കടല മാത്രമാണ്. മറ്റ് ഉൽപ്പന്നങ്ങളൊന്നുമില്ല. ഒന്ന് ഈസ്റ്റർ അതിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളാണ്, വിഷു വരുന്നുണ്ട്. ഇത്തരം ആഘോഷവേളകളിൽ വലിയ രീതിയിൽ ചന്തകൾ, പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷത്തിന് വേണ്ടി ചന്തകൾക്ക് തയ്യാറെടുപ്പ് സപ്ലൈകോ നടത്തുമ്പോഴാണ് ഈ സപ്ലൈകോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനത്ത് തന്നെയുള്ള ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോലും സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യം. നമുക്കറിയാം, ഇത് സംസ്ഥാന വ്യാപകമായി ഈ ഗോൾഡൻ ഓഫർ സപ്ലൈകോ തുടങ്ങിയതാണ്. ഈ ഓഫറുകൾ ഏപ്രിൽ 13 വരെ മാത്രം. ഇതിൽ ഈ പ്രധാനപ്പെട്ട പിരിയൻ മുളക്, ഉലുവ, ഗ്രീൻ പീസ് അടക്കം പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേരളത്തിലെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും നമുക്ക് ഇതിന്റെ യഥാർത്ഥ തടയാൻ ആരാ അധികാരം നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആരാ തടയാൻ അധികാരം? ശ്രീറാം വെങ്കിട്ടരാമനാണോ? അപ്പോ ഈ തരത്തിലുള്ള സമീപനമാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ കർശന നിർദ്ദേശമായിരിക്കാം. ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ധാർഷ്ട്യമാണ്. ഇവിടെ ആളുകൾക്ക് ഭക്ഷ്യോപയോഗ സാധനങ്ങൾ ഇല്ലാത്ത സമയത്ത് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഇവർ ജീവനക്കാർ തടയുന്നു. ഇതിന്റെ നിലനിൽപ്പ് തന്നെ ഈ സ്ഥാപനത്തിന്റെ ഭീഷണിയാവുന്ന ഘട്ടത്തിലാണ്. ഇവിടെ കാണുന്ന പല ഉൽപ്പന്നങ്ങളും അത് കൂടിയ വിലക്കുള്ളതാണ്. ഈ റാക്കിൽ കാണുന്നതിൽ ചെറുപയർ മാത്രമാണ് സബ്സിഡി ഉള്ളത്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഉൽപ്പന്നങ്ങളിൽ കടല ഇവിടെ റാക്കിൽ നമുക്ക് കാണാം. പക്ഷേ ഈ കടല സബ്സിഡി ഇല്ലാത്തതാണ്. ഇതിന് കൂടിയ വിലക്ക് മാത്രമേ ഇത് വാങ്ങാൻ കഴിയുകയുള്ളൂ എന്നതാണ് കാര്യം. ഈ തരത്തിൽ ഓരോ ഉൽപ്പന്നങ്ങളും ഇവിടെ റാക്കിൽ, ഇവിടെയാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വെക്കുന്നത്. പഞ്ചസാര ഇല്ല, മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ